നമുക്ക് വീട്ടിലേക്ക് പോ. അല്ല ഇവിടുന്ന് നവീൻ രോഹിക്കലേ ഇറങ്ങാൻ വയ്യാത്തുള്ളൂ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് പോവാം. മാണിക്കുഞ്ഞ് തന്നെ കാണിച്ച് എന്നെ ഞെട്ടിച്ച പോലെ ഞാൻ തന്നെ കാണിച്ച് അവരെ ഒന്ന് ഞെട്ടിക്കട്ടെ. ഇന്ന് നമുക്ക് പോയാലോ? എന്താ നോക്കുന്നേ? അച്ഛാ, എനിക്കൊരു അപകടം വന്നപ്പോൾ എന്നെ രക്ഷിക്കാൻ ഓടിയെത്തിയത് ഗാഥെ. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നല്ലേ? ഞാനും ഗാഥയും തമ്മിൽ ഇനി ഒരു പ്രശ്നമില്ല. ഇനി അച്ഛൻ എൻ്റെ അടുത്ത് ഗാഥയെ പിരിക്കുന്ന കാര്യം പറയരുത്. ഗാഥ ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. മാണിക്കുഞ്ഞ്, പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ പറ. ശരി സാർ. പോവാന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന. ശരി. അയ്യോ, അപ്പൊ എല്ലാരും കളരിക്കലേക്ക് തന്നെയാണോ പോകുന്നേ? അല്ല, ഞാനിപ്പോ പോയാൽ ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഒരു കാരണവശാലും താൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കളരിക്കലേക്ക് പോകുന്നത്. അത് ഓക്കെ സാർ. പക്ഷേ ഈ മോളിക്കുട്ടിയുടെ ഓട്ടോയില് ഗാഥമോടെ എങ്ങനെയാ വന്നതെന്ന് ഞാൻ കുറെ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഉത്തരവും കിട്ടുന്നില്ലെന്നേ. അയ്യോ മാണിക്കുഞ്ഞ്, അത് വിട്. ഗാഥ മാഡം കാറിൽ തന്നെയാ വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് വണ്ടി കേടായപ്പോ എന്റെ ഓട്ടോയിൽ വന്ന് കേറി. ഓ, അതിപ്പോ ഇത്ര വലിയ കുഴപ്പാക്കാനുള്ള കാര്യം വല്ലതുണ്ടോ? എന്നാലും അതിലൊരു കണക്കുണ്ടല്ലോ, അതൊന്നും ശരിയാവുന്നില്ലെന്നേ. ഇല്ല ഇല്ല. എടോ, താനിപ്പോ ഇത് കണക്കൂട്ട് റെഡിയാക്കിട്ട് വരുന്നുള്ളോ? എടോ, താൻ പോയി പറഞ്ഞ കാര്യം ചെയ്യേ. ശരി സാർ. അച്ഛാ, മുത്തശ്ശി അമ്മയെ വിളിച്ചു പറ ഞാൻ ഗാഥയായിട്ട ചെല്ലുന്നതെന്ന്. അവർ രണ്ടുപേരും നല്ല സങ്കടത്തില. ശരി, ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം. ഞാനേ ഒരു കോൾ ചെയ്തിട്ട് വരാം. മോളിക്കുട്ടി, ഇനി എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യാൻ? എന്തായാലും സത്യം വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ, പിന്നെ മുങ്ങാനും പറ്റില്ല. പിന്നെ നീ എന്താ പറയുന്നേ? എന്റെ കൃഷ്ണേ, ഞാൻ ആലോചിച്ചിട്ട് ഇതിപ്പോ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ദൈവത്തിന്റെ തീരുമാനം. നീയും നവീനും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനോ. അതുകൊണ്ട് നീ നവീനോടൊപ്പം പോ. അമ്മയോടും ദുബായ് മാമനോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. എടി, അത് വേറെ നമ്മുടെ മുമ്പില് ഇപ്പൊ ഒരു മാർഗവുമില്ല. എത്രയോ തവണ നീ ആ ഗാഥയ്ക്ക് വേണ്ടി അഭിനയിക്കാനായിട്ട് കളരിക്കലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോ നിനക്ക് വേണ്ടിയാണെന്ന് കരുത്. നീ ഇഷ്ടപ്പെടുന്ന നിന്റെ നവീനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണെന്ന് കരുത്. ഗാഥ, ഗാഥ വാ, നമുക്ക് റൂമിലേക്ക് പോ. എന്റെ പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കും. ഓക്കെ മോളിക്കുട്ടി, നമുക്ക് വീണ്ടും കാണാം. വാ ഗാഥ, വാ.